അപ്പൊ തുടങ്ങിയാലോ? നാളെ കേട്ടോ പെരുന്നാള്. പെരുന്നാളിന്റെ തലേന്ന് ഞാൻ എല്ലാം അരിഞ്ഞ് പെറുക്കി വെക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ എല്ലാം അരിഞ്ഞ് തലേന്ന് തന്നെ വെക്കാറുണ്ട്. അപ്പൊ എനിക്ക് സുഖം കേട്ടോ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. രാത്രിയാണെന്നുണ്ടെങ്കിലും രാവിലെ ആണെന്നുണ്ടെങ്കിലും ചിക്കൻ കറി വെക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ രാത്രി തന്നെ വെച്ച് വെക്കാറുണ്ട് കേട്ടോ. അതാകുമ്പോൾ രാവിലത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് പണി ഉണ്ടാവാറില്ല. കാരണം നാസ്തന്റെ പണി മാത്രം എനിക്ക് നോക്കിയാൽ മതി. അങ്ങനെ ഇതാ സവാളയും തക്കാളിയൊക്കെ നല്ല കുനുകുനായിട്ടായിട്ട് അരിയുന്നത്. എനിക്ക് നീളത്തിൽ അരിയുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്ക് ഒരു ടേസ്റ്റ് ചെയ്യാത്ത പോലെ തോന്നും. പിന്നെ മല്ലിച്ചീര, പുതിനയൊക്കെ അരിഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ടും ഉപ്പും കായവും ഒക്കെ തേച്ച് ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പോവാണ്. ഞാനിന്ന് രാത്രി തന്നെ കേട്ടോ കറി വെക്കുന്നത്. ചിക്കൻ പൊരിക്കുന്നത് വെളിച്ചെണ്ണയിലാട്ടോ. അങ്ങനെ ഇതാ രാത്രിത്തേക്ക് ചപ്പാത്തി ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കറിയും ചപ്പാത്തിയും അങ്ങനെ പോവുമല്ലോ. അതുകൊണ്ട് പിന്നെ വേറെ കറി തട്ടിക്കൂടേണ്ട ആവശ്യമില്ല. ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേഗം തന്നെ പൊരിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം സ്പീഡിനാക്കി കഴിഞ്ഞാൽ വേഗം ഫുഡ് കഴിക്കാനുള്ള ടൈം ആവും. അങ്ങനെ ഇതാ സവാള പോരാന്ന് തോന്നി. അപ്പോൾ വീണ്ടും ഞാൻ സവാള എടുത്ത് അരിയാട്ടോ ചെയ്യുന്നത്. എനിക്കെന്തോ ഈ സവാള പോരാന്ന് തോന്നി. കാരണം വലിയ സവാള ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നി മസാല തികയൂലാന്ന്. അങ്ങനെ എന്താ ചട്ടി വെച്ച് കൊടുത്തിട്ട് വേഗം തന്നെ ചിക്കൻ അങ്ങോട്ട് കറി വെക്കാൻ വേണ്ടി പോവാട്ടോ. അല്ലെങ്കിൽ ഈ ചിക്കനൊക്കെ ഐനൂസ് തിന്ന് തീർക്കും. കാരണം ഐനൂസ് ഇവിടെ ഭയങ്കര പണിയിലാണ്. എനിക്ക് ചിക്കനൊക്കെ മറിച്ചൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലോട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ പൊരിച്ചാട്ടോ കറി വെക്കാറുള്ളത്. ചിക്കൻ ഇട്ട് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് തട്ടിക്കൊടുത്തപ്പോഴത്തേക്കും ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നെട്ടിപ്പോയി, സത്യം പറയാലോ. പറയാണ്ട് വന്നിട്ട് ബേക്കിന്ന് ടോന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല സത്യം കേട്ടതേ അത്രയും പേടിച്ചു കേട്ടോ. പിന്നെ മല്ലിച്ചീരയും പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യാൻ